ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ER മോഡൽ അല്ലെങ്കിൽ എൻറ്റിറ്റി റിലേഷണൽ മോഡൽ ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ER മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡേറ്റ പെർസ്പെക്റ്റീവ് എന്ന ഒരു സിസ്റ്റത്തിൻ്റെ ലോജിക്കൽ വ്യൂ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡേറ്റാബേസിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ എൻറ്റിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള എൻറ്റിറ്റീസ് തമ്മിൽ എങ്ങനെ റിലേറ്റഡ് ആണ് എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുക. അതാണ് ER മോഡൽ വഴി നമ്മൾ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ER ഡയഗ്രംസ് ആണ്. ER ഡയഗ്രംസ് എന്ന് പറയുമ്പോൾ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രംസ്. അതായത് ഡേറ്റാബേസിൽ പ്രസന്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസിനിടയിലുള്ള റിലേഷൻഷിപ്പ്, അതാണ് ER ഡയഗ്രംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ER ഡയഗ്രംസ് ആർ യൂസ് ടു റെപ്രസെന്റ് ദ ER മോഡൽ ഇൻ എ ഡേറ്റാബേസ്. അതുവഴി എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് മേക്സ് ദം ഈസി ടു കൺവേർട്ട് ഇൻ ടു റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ടേബിൾസ്. ഓക്കെ, ഈ ER ഡയഗ്രാംസ് വരയ്ക്കുന്നതിന് നമുക്ക് ഒരു ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ സപ്പോർട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഡേറ്റ ലോജിക്കലി വിഷ്വലൈസ് ചെയ്യുന്നതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആണ് ഈ പറയുന്ന ER ഡയഗ്രാംസ്. ER ഡയഗ്രത്തിന്റെ കോമ്പണൻസ് നമുക്ക് പരിചയപ്പെടാം. 3 കോമ്പണൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. എൻറ്റിറ്റീസ് കാണും, ആട്രിബ്യൂട്ട്സ് കാണും, റിലേഷൻഷിപ്സ് കാണും. എൻറ്റിറ്റീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്ട്രോങ് എൻറ്റിറ്റി ആൻഡ് വീക്ക് എൻറ്റിറ്റി. ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ കീ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. റിലേഷൻഷിപ്സ് 4 തരത്തിൽ വരാം. 1 to 1 ആവാം, 1 to many ആവാം, many to 1 ആവാം, many to many ആവാം. ഓക്കെ, ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എൻറ്റിറ്റി കൺസിഡർ ചെയ്യാം. ഓക്കെ, എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ എക്സിസ്റ്റൻസ് ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ആവാം. ഇപ്പൊ ഫിസിക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ഹൗസ്, എംപ്ലോയി, അതിനെയൊക്കെയാണ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒബ്ജക്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺസെപ്ച്വൽ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കമ്പനി അല്ലെങ്കിൽ ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കോഴ്സ്, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സ്, അതിനെയൊക്കെയാണ് കോൺസെപ്ച്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻറ്റിറ്റി പഠിക്കുമ്പോൾ നമ്മൾ 3 കോൺസെപ്റ്റുകൾ പഠിക്കണം. എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആൻഡ് ദെൻ ദർ ഈസ് എൻറ്റിറ്റി സെറ്റ്. ഈ എൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതൊരു ഒബ്ജക്റ്റ് ആണ്. ഫിസിക്കൽ എക്സിസ്റ്റൻസോ കോൺസെപ്ച്വൽ എക്സിസ്റ്റൻസോ ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ എൻറ്റിറ്റി ഇറ്റ് വിൽ ബി ആൻ ഒബ്ജക്റ്റ് ഓഫ് ആൻ എൻറ്റിറ്റി ടൈപ്പ്. ഒരു എൻറ്റിറ്റി ടൈപ്പിലെ ഒബ്ജക്റ്റിനെയാണ് ശരിക്കും നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസിന്റെ ഒരു സെറ്റിനെ നമുക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, E1 എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ആണ്. അതിന്റെ എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കാം. എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ് E1 എന്ന് പറയുന്നത്. ഈ എൻറ്റിറ്റി ടൈപ്പ് സ്റ്റുഡന്റ് ആയിട്ടുള്ള എല്ലാ എൻറ്റിറ്റീസിന്റെയും ഒരു സെറ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് പറയുന്നത്. E1 മാത്രമല്ല, E1, E2, E3 അങ്ങനെ മൾട്ടിപ്പിൾ സെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എൻറ്റിറ്റി സെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ER ഡയഗ്രത്തിൽ എൻറ്റിറ്റി ടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ സിംഗിൾ റെക്ടാങ്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ റെക്ടാങ്കിൾ യൂസ് ചെയ്തിട്ട് ആ എൻറ്റിറ്റി ടൈപ്പ് ഏതാണോ അതിന്റെ പേര് അങ്ങോട്ട് എഴുതി വെക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു എൻറ്റിറ്റി ടൈപ്പ് ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എൻറ്റിറ്റി സെറ്റ് വേണമെങ്കിൽ ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എൻറ്റിറ്റി നമുക്ക് ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു റിലേഷനകത്തുള്ള റോ ആൻഡ് കോളം, അതിനെയാണ് എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലേഷനിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്കറിയാം, ER ഡയഗ്രാം എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റയാണ്. റിലേഷനകത്ത് വരുന്ന റോയും കോളം, അതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എൻറ്റിറ്റി നമുക്ക് ER ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. എൻറ്റിറ്റി ടൈപ്പ് അല്ലെങ്കിൽ എൻറ്റിറ്റി സെറ്റ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ER ഡയഗ്രത്തിനകത്ത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും.
There is both strong entity and weak entity. സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു കീ ആട്രിബ്യൂട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എൻറ്റിറ്റീനെ നമുക്ക് എന്ത് പറയാം? സ്ട്രോങ് എൻറ്റിറ്റി എന്ന് പറയാം. അതായത് സ്ട്രോങ് എൻറ്റിറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു പ്രൈമറി കീ ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിനെ നമുക്ക് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു കീ അതിനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ട്രോങ് എൻറ്റിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ്. റെക്റ്റാങ്കിൾസ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രോങ് എൻറ്റിറ്റീസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കിൾ യൂസ് ചെയ്ത് ചെയ്യുന്നതിന് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് എന്നാണ് പറയാ. നമ്മൾ പറഞ്ഞല്ലോ എൻറ്റിറ്റി ടൈപ്പ് ആണ് റെക്റ്റാങ്കിൾ വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്സിനെയാണ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ, അത് തെറ്റിപ്പോവരുത്. ഇനി നെക്സ്റ്റ് വരുന്നത് വീക്ക് എൻറ്റിറ്റി ആണ്. വീക്ക് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഇത് സ്ട്രോങ് എൻറ്റിറ്റിക്ക് കീ ആട്രിബ്യൂട്ട് കാണുമെങ്കിൽ വീക്ക് എൻറ്റിറ്റിക്ക് എന്ത് കാണില്ല? ഒരു കീ ആട്രിബ്യൂട്ട് കാണില്ല. നോ കീ ആട്രിബ്യൂട്ട്സ്. അങ്ങനെയാണെങ്കിൽ അതിനെ വീക്ക് എൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ ഡബിൾ റെക്റ്റാങ്കിൾ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ ലോൺ എന്ന് പറയുന്ന ഒരു വീക്ക് എൻറ്റിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതിനെ നമ്മൾ ഡബിൾ റെക്റ്റാങ്കിൾസിനകത്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ വീക്ക് എൻറ്റിറ്റി ടൈപ്പ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, സപ്പോസ് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നോക്കൂ. കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. ഇത് ഒരു ബാങ്കിന്റെ ER ഡയഗ്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിനകത്ത് കസ്റ്റമർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ടൈപ്പ് കാണും. അതിനകത്ത് ആട്രിബ്യൂട്ട്സ് കസ്റ്റമർ ID, കസ്റ്റമർ നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമായിരിക്കും. ഈ കസ്റ്റമർ എന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റി ആണ്. ഇതിലെ പ്രൈമറി കീ കസ്റ്റമർ ID ആണ് പ്രൈമറി കീ എന്ന് വിചാരിക്കാം. ഇതിനൊരു പ്രൈമറി കീ, ഒരു കീ ആട്രിബ്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്ട്രോങ് എൻറ്റിറ്റി ആണെന്ന് നമുക്ക് പറയാം. കസ്റ്റമർ ക്യാൻ ബോറോ ലോൺ. കസ്റ്റമറിന് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ലോൺ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ടൈപ്പ് ആണ്, ബട്ട് ഇറ്റ്സ് എ വീക്ക് എൻറ്റിറ്റി. കാരണം കസ്റ്റമർ ഉണ്ടെങ്കിലേ അങ്ങർക്ക് ലോൺ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ലോൺ എന്ന് പറയുന്ന എൻറ്റിറ്റി ടൈപ്പിന് വിതൗട്ട് കസ്റ്റമർ ദർ ഈസ് നോ എക്സിസ്റ്റൻസ് അറ്റ് ഓൾ. അതായത് ഈ ലോൺ എന്ന് പറയുന്നത് ഇറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് കസ്റ്റമർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ലോൺ എന്ന് പറയുന്നത് വീക്ക് എൻറ്റിറ്റി ടൈപ്പും അതുപോലെ കസ്റ്റമർ എന്ന് പറയുന്നത് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പും ആണെന്ന് പറയാം. ഈ ലോണിനകത്ത് ലോൺ നെയിം, ലോൺ ഡേറ്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആട്രിബ്യൂട്ട്സ് ആണ്, ഈ ലോണിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ ലോൺ ഡേറ്റ്, ഡേറ്റ്, നെയിം എന്നൊക്കെ പറയുന്നത്. സിൻസ് ലോൺ cannot exist without customer, this is considered as a weak entity. ഓക്കെ, ഈ വീക്ക് എൻറ്റിറ്റി ഡബിൾ റെക്ടാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ കസ്റ്റമർ എന്ന് പറയുന്ന എൻറ്റിറ്റി ടൈപ്പും ലോൺ എന്ന് പറയുന്ന എൻറ്റിറ്റി ടൈപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ബോറോസ്. കസ്റ്റമർ ബോറോസ് ലോൺ, അതാണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദ പാർട്ടിസിപ്പേഷൻ, അതായത് ഈ ലോൺ എങ്ങനെ ഈ ഒരു കസ്റ്റമറായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്നു, ആ ഒരു റിലേഷൻഷിപ്പുമായിട്ടുള്ള ആ ഒരു പാർട്ടിസിപ്പേഷൻ, വീക്ക് എൻറ്റിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ടോട്ടൽ. ഇങ്ങനെ ഡബിൾ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാർട്ടിസിപ്പേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ റിലേഷൻഷിപ്പുമായിട്ടുള്ളത് ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക. ബട്ട് ഇൻ കേസ് ഇഫ് വി ആർ യൂസിങ് ഡബിൾ ലൈൻസ് to represent the participation, then it is a total participation. Weak entity യുടെ പാർട്ടിസിപ്പേഷൻ എല്ലായ്പ്പോഴും ടോട്ടൽ ആയിരിക്കും. ഓക്കെ, ഇനി the relationship between the weak entity type ഇവിടെ ലോൺ ആണ്, ആൻഡ് ഇറ്റ്സ് ഐഡന്റിഫൈയിങ് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ്, അതായത് ഇവിടെ കസ്റ്റമർ ആണ് സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് വരുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ഐഡന്റിഫൈയിങ് റിലേഷൻഷിപ്പ്. And it is represented by
എ ഡബിൾ ഡയമണ്ട്. കണ്ടോ, ഒരു ഡയമണ്ടിനകത്താണ് യൂഷ്വലി റിലേഷൻഷിപ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ബട്ട് ഇവിടെ നമ്മൾ എന്താണ്, ഒരു സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പിനും വീക്ക് എൻറ്റിറ്റി ടൈപ്പിനും ഇടയ്ക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ഡബിൾ ഡയമണ്ട്. ഇവിടെ ഡബിൾ റെക്ടാങ്കിൾ യൂസ് ചെയ്തു, ഡബിൾ ലൈൻസ് യൂസ് ചെയ്തിട്ട് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ കാണിച്ചു, ഡബിൾ ഡയമണ്ട്സ് യൂസ് ചെയ്തിട്ട് ഐഡന്റിഫയിങ് റിലേഷൻഷിപ്പും കാണിക്കുന്നു. ഓക്കെ, ഇത് ഓർത്ത് വെക്കാം. നൗ ലെറ്റ്സ് ചെക്ക് അനദർ എക്സാമ്പിൾ. അതായത് ഒരു കമ്പനി എന്ത് ചെയ്യും, ആ കമ്പനിയിലെ എംപ്ലോയിന്റെ ഡിപ്പെൻഡൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ലൈക്ക് പാരൻസ്, ചിൽഡ്രൻ, സ്പൗസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ദ ഡിപ്പെൻഡൻസ് കാണ്ട് എക്സിസ്റ്റ് വിത്തൗട്ട് വാട്ട് എംപ്ലോയി. ഡിപ്പെൻഡൻസിന് എംപ്ലോയി ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഡിപ്പെൻഡന്റ് വിൽ ബി എ weak entity type and employee will be identifying entity type for dependent. അല്ലേ? അതായത് ഇതാണ് ഇവിടുത്തെ കേസിൽ സ്ട്രോങ് എൻറ്റിറ്റി ടൈപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എംപ്ലോയി ഹാസ് ഡിപ്പെൻഡൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഐഡന്റിഫയിങ് റിലേഷൻഷിപ്പ്. ഓക്കെ, അത് നമ്മൾ ഡബിൾ ഡയമണ്ട്സിലാണ് കാണിക്കുന്നത്. ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വീക്ക് എൻറ്റിറ്റി ടൈപ്പ് ഈസ് ഓൾവേസ് ടോട്ടൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡബിൾ ലൈൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സിൻസ് ദിസ് ഈസ് എ വീക്ക് എൻറ്റിറ്റി ടൈപ്പ്, വി ആർ enclosing this within a double rectangle. Okay, സ്ട്രോങ് എൻറ്റിറ്റി, വീക്ക് എൻറ്റിറ്റി, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, വിച്ച് ഇസ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് ER ഡയഗ്രാം. ഓക്കെ, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എവിടെ കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പ്രോപ്പർട്ടീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ER ഡയഗ്രത്തിന്റെ പെർസ്പെക്റ്റീവില് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിഫൈൻ ദ എൻറ്റിറ്റി ടൈപ്പ്, എൻറ്റിറ്റി ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സപ്പോസ് ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി ടൈപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇതൊക്കെ തന്നെ എന്തായിരിക്കും, ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി ടൈപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ER ഡയഗ്രത്തില് ആട്രിബ്യൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഓവൽ ഷേപ്പിലായിരിക്കും. ഓവൽ ഷേപ്പിലായിരിക്കും ആട്രിബ്യൂട്ട്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കീ ആട്രിബ്യൂട്ട്, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്. ഓരോന്നും എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ കീ ആട്രിബ്യൂട്ട് ആണ്. കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. It is the attribute which uniquely identifies each entity. ഏതിനകത്ത്? ഇൻ എൻറ്റിറ്റി സെറ്റ്. എൻറ്റിറ്റി സെറ്റിനകത്ത് ഓരോ എൻറ്റിറ്റിനെയും യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കീ ആട്രിബ്യൂട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട് നമ്മൾ ഒരു ഓവൽ ഷേപ്പ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ആട്രിബ്യൂട്ടിന്റെ നെയിം എഴുതിയതിനു ശേഷം ഒരു അണ്ടർലൈൻ, അതായത് ഓവൽ വിത്ത് അണ്ടർലൈങ് ലൈൻ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെയാണ് നമ്മൾ കീ ആട്രിബ്യൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ടൈപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ റോൾ നമ്പർ വിൽ ബി യുണീക് ഫോർ ഈച്ച് സ്റ്റുഡന്റ്. അപ്പൊ അതിന്റെ ER ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ കീ ആട്രിബ്യൂട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, റോൾ നമ്പർ എന്നുള്ളത് ഒരു ഓവലിനകത്ത് എഴുതിയിട്ട് ആ റോൾ നമ്പറിന് അടിയിൽ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ അതൊരു കീ ആട്രിബ്യൂട്ട് ആണ് എന്നുള്ളത് കാണുന്നവർക്ക് മനസ്സിലാവും. The next type of attribute, composite attributes. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്കിലും പറയാണ്, an attribute composed of many other attributes. അതിനെയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ അഡ്രസ് കൊടുത്തിരിക്കുന്ന അഡ്രസ് ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. ഈ അഡ്രസ് എന്ന് പറയുന്നത് സേ സ്റ്റുഡന്റ് എൻറ്റിറ്റി ടൈപ്പിലെ തന്നെ
ഒരു ആട്രിബ്യൂട്ട് ആണ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി ടൈപ്പിലെ തന്നെ ഒരു ആട്രിബ്യൂട്ട് ആണ്. അഡ്രസ് എന്ന് പറയുമ്പോൾ അതിൽ സ്ട്രീറ്റ് നെയിം കാണും, സിറ്റി നെയിം കാണും, സ്റ്റേറ്റ് നെയിം കാണും, കൺട്രി നെയിം കാണും. ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ് അഡ്രസ് എന്ന് പറയുന്നത്. ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓവൽ കംപ്രൈസിങ് ഓഫ് ഓവൽസ് വെച്ചിട്ടാണ്. ഈ ഓവല് അവിടുന്ന് ഏതൊക്കെ വേറെ സബ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഒക്കെ കൂടെ കമ്പോസ് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ ആട്രിബ്യൂട്ട് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ആട്രിബ്യൂട്ട്സ് എല്ലാം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഓവൽസിനകത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, നൗ the next one is multi-valued attributes. Multi-valued attribute എന്ന് പറയുമ്പോൾ an attribute consisting of more than one value for a given entity. ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ ആയി എടുക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ, ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ മാത്രം എല്ലായ്പ്പോഴും ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി മൾട്ടിപ്പിൾ അല്ലേ. ദർ ക്യാൻ ബി മോർ ദാൻ വൺ ഫോൺ നമ്പർ ഫോർ എ ഗിവൺ സ്റ്റുഡന്റ്. ഈ ആ ഡയഗ്രത്തിൽ നമ്മൾ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡബിൾ ഓവൽസ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ഡബിൾ ഓവൽസിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഏതാണോ ആ ആട്രിബ്യൂട്ട് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ടിന്റെ പേര് എങ്കിൽ അതങ്ങോട്ടേക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. Now the final one is derived attribute. Derived attribute എന്ന് പറയുമ്പോൾ this attribute can be derived from other attributes of the entity type. Student എന്ന് പറയുന്ന എന്റിറ്റിക്ക് അകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ടിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് കരുതുക. അതിന്ന് നമുക്ക് ഏജ് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതല്ലേ. അതായത് ഏജ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഡേറ്റ് ഓഫ് ബർത്ത്. അത്തരത്തിലുള്ള ആട്രിബ്യൂട്ട്സിനെ, അതായത് ഈ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡാഷ് ഡോവൽസ് യൂസ് ചെയ്തിട്ടാണ്. ഡാഷ് ഡോവൽസ്. ഓക്കെ, ഓവൽ ഷേപ്പിൽ തന്നെ, പക്ഷെ ആ ലൈൻ എന്തായിരിക്കില്ല, സോളിഡ് ലൈൻ ആയിരിക്കില്ല, ഡോട്ടഡ് അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ നമ്മുടെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു എന്റിറ്റി ടൈപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് റെക്ടാങ്കിൾ, സിംഗിൾ റെക്ടാങ്കിളിനകത്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതെന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദീസ് ടൈപ്പ് ഓഫ് വാട്ട് ആട്രിബ്യൂട്ട്സ്. അതെല്ലാം ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റുഡന്റ് എന്റിറ്റി ടൈപ്പിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കംപ്ലീറ്റ് എന്റിറ്റി ടൈപ്പ് സ്റ്റുഡന്റ് വിത്ത് ഇറ്റ്സ് ആട്രിബ്യൂട്ട്സ് ഈസ് റെപ്രസെന്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, നീറ്റ് ആയിട്ട് വരയ്ക്കാട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി ER മോഡൽ പഠിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട വേറെ ഒരു കോൺസെപ്റ്റ് ആണ് റിലേഷൻഷിപ്പ് ടൈപ്പ് ആൻഡ് റിലേഷൻഷിപ്പ് സെറ്റ്. എന്റിറ്റി പഠിച്ചപ്പോൾ നമ്മൾ എന്റിറ്റി ടൈപ്പും എന്റിറ്റി സെറ്റും പഠിച്ചല്ലോ. സിമിലർലി റിലേഷൻഷിപ്പിലും നമ്മൾ റിലേഷൻഷിപ്പ് ടൈപ്പും റിലേഷൻഷിപ്പ് സെറ്റും പഠിക്കേണ്ടതുണ്ട്. റിലേഷൻഷിപ്പ് ടൈപ്പ് റെപ്രസെന്റ്സ് അസോസിയേഷൻ ബിറ്റ്വീൻ എന്റിറ്റി ടൈപ്സ്. എന്റിറ്റി ടൈപ്സിനിടയിലുള്ള റിലേഷൻഷിപ്സിനെ, അസോസിയേഷനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൻറോൾഡ് ഇൻ എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ടൈപ്പ് ആണ്, which exists between entity type student and course. ER ഡയഗ്രത്തിൽ നമ്മൾ റിലേഷൻഷിപ്പ് ടൈപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഡയമണ്ട് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് കണക്ടിങ് ദ എൻറ്റിറ്റീസ് വിത്ത് ലൈൻസ്. ഈ എൻറ്റിറ്റീസ് നമ്മൾ അതിനുള്ള കോർണറിൽ നിന്നുള്ള ലൈൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, എ സെറ്റ് ഓഫ് റിലേഷൻഷിപ്സ് ഓഫ് സെയിം ടൈപ്പ്, അതിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തില് നിങ്ങൾ നോക്കുകയാണെങ്കിൽ S1 എന്ന് പറയുന്ന എന്റിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, എൻറോൾഡ് ഇൻ, നമുക്ക് പറയാം C2, എൻറോൾഡ് ഇൻ E1 കണ്ടോ, എൻറോൾഡ് ഇൻ C2 എന്ന് പറയാം. S2 എന്ന് പറയുന്നത് എൻറോൾഡ് ഇൻ C1 എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ആൻഡ് S3 ഈസ് എൻറോൾഡ് ഇൻ വാട്ട്, C3. ഓക്കെ, സോ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ്. റിലേഷൻഷിപ്പ് സെറ്റ്, ഇതാണ് റിലേഷൻഷിപ്പ് സെറ്റ്. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിഫറെന്റ് എന്റിറ്റി സെറ്റ്സ് പാർട്ടിസിപ്പേറ്റിംഗ്. എത്ര എന്റിറ്റി സെറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ആ റിലേഷൻഷിപ്പിൽ എങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത്.
ഈ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുമ്പോൾ അത് യൂണറി ആവാം, ബൈനറി ആവാം, ടെർണറി ആവാം. ഓക്കെ, യൂണറി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഓൺലി വൺ എൻറ്റിറ്റി സെറ്റ്, ഒറ്റ എൻറ്റിറ്റി സെറ്റ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു റിലേഷൻഷിപ്പില് ഒരു റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. സച്ച് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് എ യൂണറി റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ, വൺ പേഴ്സൺ ഈസ് മാരീഡ് ടു ഓൺലി വൺ പേഴ്സൺ. അതിനെ നമുക്ക് യൂണറി റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി ബൈനറി റിലേഷൻഷിപ്പ് ആണെങ്കിൽ വെൻ ദർ ആർ ടു എൻറ്റിറ്റി സെറ്റ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിലേഷൻഷിപ്പ്, അങ്ങനെയാണെങ്കിൽ ബൈനറി റിലേഷൻഷിപ്പ് എന്ന് പറയും. ഹിയർ ഇഫ് യു സീ സ്റ്റുഡന്റ് ഈസ് എൻറോൾഡ് ഇൻ എ കോഴ്സ്. ഓക്കെ, ഇത് ബൈനറി ആണ്. നൗ ടെർണറി ഉണ്ട്. ടെർണറി എന്നല്ല, എന്നറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നറി, ടെർണറി എന്ന് പറയുമ്പോൾ 3 എണ്ണം അല്ല ഉദ്ദേശിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് 3 ഐ എം യൂസിങ് എന്നറി. എന്നറി എന്ന് പറയുമ്പോൾ when there are n entity sets participating in a relationship, അതിനെയാണ് നമ്മൾ എന്നറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് സെറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടപ്പിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് ഇൻ എ റിലേഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്പർ ഓഫ് ടൈംസ് an entity of an entity set participates in a relationship. ഒരു റിലേഷൻഷിപ്പില് ഒരു എൻറ്റിറ്റി സെറ്റിന്റെ എൻറ്റിറ്റി, ഒരു എൻറ്റിറ്റി സെറ്റിലെ എൻറ്റിറ്റി എത്ര തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാർഡിനാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർഡിനാലിറ്റി ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. ഈ കാർഡിനാലിറ്റി 1 to 1 ആവാം, 1 to many ആവാം, many to 1 ആവാം, many to many ആവാം. അതിൽ 1 to 1 ആണ് നമ്മൾ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. 1 to 1 എന്ന് പറയുമ്പോൾ എൻറ്റിറ്റി സെറ്റിനകത്തുള്ള ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഓരോ എൻറ്റിറ്റിയും എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു റിലേഷൻഷിപ്പില് ഭാഗമായിരിക്കുകയാണ്. അതായത് വെൻ ഈച്ച് എൻറ്റിറ്റി ഇൻ ഈച്ച് എൻറ്റിറ്റി സെറ്റ് ക്യാൻ ടേക്ക് പാർട്ട് ഓൺലി വൺസ് ഇൻ എ റിലേഷൻഷിപ്പ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർഡിനാലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, 1 to 1 ആണ് എന്ന് പറയാം. ലെറ്റ് us assume that a male can marry one female. അതുപോലെ തന്നെ a female can marry one male. Then we can say that the relationship is 1 to 1. ഓക്കെ, ഇവിടെ നമ്മൾ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, സർജൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്, HOD എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ടൈപ്പ് ഉണ്ട്. രണ്ടുപേരുടെയും ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് ഹെഡഡ് ബൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ദെൻ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ സൈഡിൽ 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെയും 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഈ റിലേഷൻഷിപ്പിന്റെ രണ്ട് വശത്തുള്ള 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈച്ച് സർജൻ ഈസ് ഹെഡഡ് ബൈ എക്സാക്ട്ലി 1 HOD. അതുപോലെ തന്നെ ഈച്ച് HOD ഹെഡ്സ് എക്സാക്ട്ലി 1 സർജൻ. ഓക്കെ, അതായത് ഇതിനെയാണ് നമ്മൾ 1 to 1 കാർഡിനാലിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. HODക്കും സർജൻസിനും ഇടയിൽ 1 to 1 കറസ്പോണ്ടൻസേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഫോർ എവറി റെക്കോർഡ് ഇൻ സർജൻ എൻറ്റിറ്റി ടൈപ്പ് ദർ ഇസ് എക്സാക്ട്ലി 1 കറസ്പോണ്ടിങ് റെക്കോർഡ് ഇൻ HOD എൻറ്റിറ്റി ടൈപ്പ് ആൻഡ് വൈസ് വേഴ്സ. അതാണ് അതിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഈ 1 to 1 സെറ്റ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാനായിട്ടാണ്. ഇതിലെ ഓരോ റെക്കോർഡാണ് ഈ A1, A2, A3, A4 എന്ന് കരുതുക. B1, B2, B3. ഇതിൽ നോക്കുക, എക്സാക്ട്ലി ഇതിലുള്ള ഒരു എൻറ്റിറ്റി, ഈ ഒരു എൻറ്റിറ്റി സെറ്റിലുള്ള ഒരു എൻറ്റിറ്റി എക്സാക്ട്ലി ഇവിടെയുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് അസോസിയേറ്റഡ് ആണ്, കറസ്പോണ്ടൻസ് ഉണ്ട് ഒരു എൻറ്റിറ്റി ആയിട്ട്. അതാണ് 1 to 1 കാർഡിനാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to many. കണ്ടോ, ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ 1ഉം M. 1 to many എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, 1ഉം M കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ മീനിങ് ഒരു ഡിപ്പാർട്ട്മെന്റിന് 1 ഡിപ്പാർട്ട്മെന്റ് ഹാസ് മെനി ഡോക്ടേഴ്സ്. 1 ഡിപ്പാർട്ട്മെന്റ് ഹാസ് മെനി ഡോക്ടേഴ്സ്. അതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇപ്പൊ A1 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള മാപ്പിംഗ് വരുന്നത് B1ലേക്കാണ്. പക്ഷെ A2ന് വേണമെങ്കിൽ മോർ ദാൻ 1 വാല്യൂസ് ഫ്രം 1 entities ഫ്രം B ക്യാൻ ബി മാപ്ഡ്.
ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? 1 to many എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് m to 1. m ഈസ് ടു 1. അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ? എമ്മും 1ഉം. മൾട്ടിപ്പിൾ സർജറീസ് ആൻഡ് സിംഗിൾ സർജൻ അല്ലേ? അതായത് ഇറ്റ് മീൻസ് വൺ സർജൻ ക്യാൻ perform multiple surgeries. That is what meant by this. That is what meant by this. Okay. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് മെനി ടു മെനി. അതായത് കാർഡിനാലിറ്റി മെനി ടു മെനി എന്ന് പറയുമ്പോൾ ഇവിടെ മെനി ടു 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നോക്കും, മൾട്ടിപ്പിൾ സർജറീസ് ക്യാൻ ബി ഡൺ ബൈ എ സിംഗിൾ സർജൻ. ഇവിടെ കണ്ടുവോ? അതായത് A1ഉം A2ഉം മാപ്പ് ചെയ്തിരിക്കുന്നത്, A1ഉം A2ഉം A3 മാപ്പ് ചെയ്തിരിക്കുന്നത് B1ലോട്ടാണ്. അതായത് ഒറ്റ സർജനും മൾട്ടിപ്പിൾ സർജറീസ് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. M2 1 എന്നുള്ളതാണ് ആ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മെനി ടു മെനി. ഇതിന്റെ മീനിങ് എന്താ വെച്ചാല്, വൺ എംപ്ലോയി ക്യാൻ ബി പാർട്ട് ഓഫ് മൾട്ടിപ്പിൾ പ്രോജക്ട്സ്, അല്ലെങ്കിൽ വൺ പ്രൊജക്ട് ക്യാൻ ബി ഡൺ ബൈ മൾട്ടിപ്പിൾ എംപ്ലോയീസ്. One employee can work on multiple projects and one project can be done by multiple employees. അതാണ് മീനിങ്. അതായത് കാർഡിനാലിറ്റി ഈസ് മെനി ടു മെനി. വെൻ എൻറ്റിറ്റീസ് ഇൻ ഓൾ എൻറ്റിറ്റീസ് ഇറ്റ്സ് ക്യാൻ ടേക്ക് പാർട്ട് മോർ ദാൻ വൺസ് ഇൻ എ റിലേഷൻഷിപ്പ്. അതാണ് ഓവറോൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കണ്ടോ, A1 എന്ന് പറയുന്നത് B1 B2 B3 ഇതിലേക്ക് എല്ലാം മാപ്ഡ് ആണ്. B1ലേക്ക് മാത്രമായിട്ട് A1നും A2നും A3നും ഒക്കെ മാപ്പിംഗ് വരുന്നുണ്ട്. സോ ദിസ് ഈസ് എ റിലേഷൻഷിപ്പ്, കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് where cardinality is many to many. ഈ ഡയഗ്രാംസ് പഠിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. റിലേഷൻഷിപ്പ് സെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസിനാണ് ഈ പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇത് രണ്ട് തരത്തിലുണ്ട്, ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷനും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ വി വിൽ ഡിസ്കസ് ഇറ്റ് ബിറ്റ് മോർ ഡീറ്റെയിൽ. ഈ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡബിൾ ലൈൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഡയഗ്രത്തിനകത്ത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈച്ച് എൻറ്റിറ്റി ഇൻ ദ എൻറ്റിറ്റി സെറ്റ്, ഇവിടെ എൻറ്റിറ്റി സെറ്റ് സ്റ്റുഡന്റ് ആണ്, അതിലെ ഓരോ എൻറ്റിറ്റിയും എന്ത് ചെയ്യും, ഇറ്റ് മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്. ഇവിടെ റിലേഷൻഷിപ്പ് എന്താണ്, എൻറോൾഡ് ഇൻ കോഴ്സ്. എല്ലാ സ്റ്റുഡൻസും അറ്റ്ലീസ്റ്റ് വൺ കോഴ്സിലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എൻറോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഇഫ് ഈച്ച് സ്റ്റുഡന്റ് മസ്റ്റ് എൻറോൾ എ കോഴ്സ്, ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ആയിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ, അത് നമ്മൾ സിംഗിൾ ലൈൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഡയഗ്രത്തിൽ. ഓക്കെ, ദ എൻറ്റിറ്റി ഇൻ ദ എൻറ്റിറ്റി സെറ്റ് മേ ഓർ മേ നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്. അതാണ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. അതായത് ഇഫ് സം കോഴ്സസ്, ഇപ്പൊ സേ കോഴ്സ് 1 കോഴ്സ് 2 കോഴ്സ് 3 3 കോഴ്സസ് അവൈലബിൾ ആണ്, നമുക്ക് 2 സ്റ്റുഡൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചാൽ ഒരു സ്റ്റുഡന്റ് അറ്റ്ലീസ്റ്റ് 1 കോഴ്സിലെങ്കിലും എന്ത് ചെയ്യണം, എൻറോൾ ചെയ്തിരിക്കണം. സോ സ്റ്റുഡന്റിന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ്. എല്ലാ സ്റ്റുഡൻസും അറ്റ്ലീസ്റ്റ് 1 കോഴ്സിലെങ്കിലും എൻറോൾ ചെയ്തിരിക്കണം. പക്ഷെ ഈ പറയുന്ന കോഴ്സിന്റെ റിലേഷൻഷിപ്പ്, കോഴ്സിന്റെ പാർട്ടിസിപ്പേഷനെ നമ്മൾ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ ആണ്. എല്ലാ കോഴ്സും എല്ലാ സ്റ്റുഡൻസും എൻറോൾ ചെയ്തിരിക്കണമെന്നില്ല. ഇഫ് സം കോഴ്സസ് ആർ നോട്ട് എൻറോൾഡ് ബൈ എനി ഓഫ് ദ സ്റ്റുഡൻസ്, പാർട്ടിസിപ്പേഷൻ ഇൻ ദ കോഴ്സ് വിൽ ബി പാർഷ്യൽ. അത് നമ്മൾ സിംഗിൾ ലൈൻ യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഡയഗ്രത്തിൽ തന്നെ എങ്ങനെയാണ് ദ റിലേഷൻഷിപ്പ് സെറ്റ് എന്ന് പറയുന്നത് എൻറോൾഡ് ഇൻ അല്ലേ, അതല്ലേ വരുന്നത്. ദിസ് വിത്ത് സ്റ്റുഡന്റ് എൻറ്റിറ്റി സെറ്റ് ഹാവിംഗ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് കോഴ്സ് എൻറ്റിറ്റി സെറ്റ് ഹാവിംഗ് പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. അപ്പോൾ ഈ ഡയഗ്രാംസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മോഡൽ എന്ന് പറയുന്ന ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഡയഗ്രാം വരയ്ക്കുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാ എൻറ്റിറ്റീസും ഐഡന്റിഫൈ ചെയ്യും. എൻറ്റിറ്റീസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, റെക്ടാങ്കിളിനകത്തായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. റെക്ടാങ്കിളിൽ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അക്കോർഡിംഗ്ലി ലേബൽ ചെയ്യും. സ്റ്റുഡന്റ് എൻറ്റിറ്റി ആണെങ്കിൽ സ്റ്റുഡന്റ്, അങ്ങനെ നമ്മൾ ലേബൽ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ റിലേഷൻഷിപ്പ്, എൻറ്റിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് അത് ഡയമണ്ടിനകത്താക്കിയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടായിരിക്കുക. റിലേഷൻഷിപ്സ്
പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എൻറ്റിറ്റി സെറ്റ് നമുക്ക് റിലേഷൻഷിപ്പിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ എൻറ്റിറ്റീസിലുള്ള എൻറ്റിറ്റീസിന്റെ പ്രോപ്പർട്ടീസ്, അതായത് ആട്രിബ്യൂട്ട്സ് എന്ത് ചെയ്യണം, ഓരോ എൻറ്റിറ്റിയിലും നമ്മൾ പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്യണം. റിഡൻഡന്റ് എൻറ്റിറ്റീസും റിലേഷൻഷിപ്സും എല്ലാം റിമൂവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ER ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറഞ്ഞെന്ന് മാത്രം. ER ഡയഗ്രാം വരയ്ക്കാനൊന്നും എന്തായാലും നമുക്ക് തരൂല. പക്ഷെ ER ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അതിലെ എൻറ്റിറ്റീസ് ഏതാണ്, ആട്രിബ്യൂട്ട്സ് ഏതാണ്, റിലേഷൻഷിപ്പ് എന്താണ്, അതിന്റെ പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്, ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് എന്താണ്, ടൈപ്പ് ഓഫ് എൻറ്റിറ്റി എങ്ങനെയാണ് വരുന്നത്, അതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ബേസ് ആണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ വീഡിയോക്കകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.